ശുദ്ധമായ ഇസ്ലാമിനെ ഇന്ന് സമൂഹം ഏറെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന വിദ്വേഷ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ രാജ്യത്ത് വിദ്വേഷ പ്രചരണം എന്ന് പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയമായ ആയുധമാണ്. ചാനലുകളിൽ വന്നുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിൽ വിദ്വേഷ പ്രചരണം നടത്തിയതിന്റെ പേരിൽ ഒരു മുൻ MLA-ക്കെതിരെ നമ്മുടെ നാട്ടിൽ കേസെടുത്തു. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു. അവസാനം ഇന്ന് കേരള ഹൈക്കോടതി പറഞ്ഞത് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യമില്ല എന്നാണ്. നമ്മൾ അറിയേണ്ടത് മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്ന, മതവിശ്വാസികളെ പരസ്പരം സംശയിപ്പിക്കുന്ന, അവർക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഗുരുതരമായ തെറ്റാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമാണ് എന്നതോടൊപ്പം മതവിരുദ്ധവുമാണ്. ഒരു മുസ്ലിമിന് അനുവദനീയമല്ലാത്ത കാര്യമാണ് മതവിദ്വേഷ പ്രചാരണം. ഇസ്ലാം മതവിദ്വേഷ പ്രചാരണം അനുവദിക്കുന്നില്ല. ഇസ്ലാം വർഗീയത അനുവദിക്കുന്നില്ല. ഇസ്ലാം തീവ്രവാദം അനുവദിക്കുന്നില്ല. തന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിൽ നീ അവനെ ആദരിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ നീ അവനെ ആദരിക്കണം, ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പേരിൽ നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ നീ അവിടെ ജീവിച്ചാൽ നിനക്ക് യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിക്കാനും മരിക്കാനും കഴിയില്ല. നിനക്ക് ഈ രാജ്യത്ത് നിന്ന് ഹിജറ പോകലാണ് അഭികാമ്യം എന്ന് ഇവിടുത്തെ ബിദായി പ്രസ്ഥാനക്കാർ പഠിപ്പിച്ചാൽ ആ ബിദായി പ്രസ്ഥാനക്കാരന്റെ ആശയങ്ങൾ അപകടമാണ് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ, വിശദീകരിക്കാൻ സമസ്തകാല ജമിയത്തുലമയും അതിന്റെ സംഘടനകളും ബാധ്യസ്ഥരാണ്. നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ നീ അവനെ ബഹുമാനിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതാണ് ഇസ്ലാമിന്റെ മാനവികതയുടെ സന്ദേശമെന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ പ്രസംഗിക്കുകയും എഴുതുകയും മാത്രമല്ല, ജീവിതാനുഭവത്തിലൂടെ നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് അത് ബോധ്യമാകണം. അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ അപകടകാരിയാണ്, അവൻ ഭീകരവാദിയാണ്, അവനെ അകറ്റി നിർത്തണം, അവനെ രണ്ടാം കിട പൗരന്മാരാക്കണം എന്ന് ഇവിടുത്തെ വർഗീയവാദികളും വിദ്വേഷ പ്രചാരകരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെയും നിങ്ങളുടെയും സഹോദര സമുദായത്തിൽപ്പെട്ട അയൽവാസികളായ സുഹൃത്തുക്കൾക്ക് പറയാൻ സാധിക്കണം, ഈ പ്രചാരണം ശരിയല്ല, ഈ പ്രചാരണം ശരിയല്ല. കാരണം എന്റെ അയൽവാസി എനിക്കറിയാം, ഞാൻ ജീവിതാനുഭവത്തിലൂടെ അവനെ കണ്ടതാണ്. അവൻ നിസ്കരിക്കുന്നവനാണ്, അവൻ പള്ളിയിൽ പോകുന്നവനാണ്, അവൻ ഇസ്ലാമികമായ വിശ്വാസ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ നിർവഹിക്കുമ്പോൾ പോലും, യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസിയായി ജീവിക്കുമ്പോഴും അവന്റെ മതത്തിൽപ്പെടാത്ത എന്നെ അവൻ വിശ്വാസത്തിലെടുക്കുന്നു, ഞാൻ അവനെ വിശ്വാസത്തിലെടുക്കുന്നു. ഞങ്ങൾ പരസ്പരം വിശ്വസിച്ച് പരസ്പരം സൗഹൃദത്തോടുകൂടി ആത്മാർത്ഥത്തോടുകൂടി ജീവിക്കുന്നു. ആ മുസ്ലിം സഹോദരനെ ഭീകരവാദിയായി കാണാൻ, തീവ്രവാദിയായി കാണാൻ എനിക്ക് കഴിയില്ലെന്ന് ജീവിതാനുഭവത്തിലൂടെ എന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട അയൽവാസികളും എന്റെ സുഹൃത്തുക്കളും പറയുമ്പോ ഇവിടുത്തെ വിദ്വേഷ പ്രചാരകർക്ക് പുതിയ മരുന്നിട്ട് കൊടുക്കുന്ന ആശയങ്ങൾ ഇവിടുത്തെ ബിദായി പ്രസ്ഥാനക്കാർ പ്രചരിപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു സംഘടനാ തർക്കമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, ഇതൊരു സംഘടനാ തർക്കമല്ല, ഇതൊരു സമുദായത്തിന്റെ ബാധ്യതയാണ്. ഒരു സമുദായത്തിന്റെ ബാധ്യതയാണ്. നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ നീ അവനെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ അനുയായികൾ, ആ മതത്തിന്റെ അനുയായികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമുക്കിടയിൽ ഈ സുന്നികളൊന്നും ശരിയല്ല, ഇവിടത്തെ യഥാർത്ഥ തൗഹീദിന്റെ പ്രചാരകർ ഞങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തു വന്ന ആളുകൾ, അവരിൽപ്പെട്ട ഒരു കൂട്ടർ പ്രചരിപ്പിക്കുന്നു, യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ചു മരിക്കണമെങ്കിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവരും ഒക്കെ ഒരുമിച്ച് കഴിഞ്ഞുകൂടുന്ന നാട്ടിൽ അവിടെ ജീവിക്കാൻ കഴിയില്ല. ശുദ്ധമായ ഇസ്ലാമിക പ്രകൃതത്തിൽ ജീവിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമുള്ള പ്രദേശത്ത് ജീവിച്ചു മരിക്കണം. അപ്പോഴേ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനും മരിക്കാനും കഴിയൂ എന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സലഫി ആശയ പ്രചാരകരിൽ നിന്ന് ഇവിടെ ക്ലാസുകളും പഠനങ്ങളും നടന്നു. അത് കേട്ടുകൊണ്ട് കാശുള്ളവൻ സിറിയയിലേക്ക്, ദമ്മാജിലേക്ക് ഹിജറ പോയി. കേരളത്തിൽ നിന്ന് കാശില്ലാത്തവൻ എന്ത് ചെയ്തു? മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് അത്തിക്കാട് എന്ന് പറയുന്ന ഒരു കാട്ടുമുക്കുണ്ട്, അവിടെ പോയിട്ട് കാട്ടിൽ പോയി ജീവിച്ചു. എന്തിനു വേണ്ടി? യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ അമുസ്ലിങ്ങളില്ലാത്ത, മുശ്രിക്കുകളില്ലാത്ത, കാഫിറുകളില്ലാത്ത, സഹോദര സമുദായത്തിൽപ്പെട്ടവരില്ലാത്ത
ശുദ്ധ പ്രകൃതിയിൽ ജീവിച്ചു മരിക്കണം. അതിന് കാട്ടിൽ പോയി ജീവിച്ചു. കാശുള്ളവൻ വിസയും ടിക്കറ്റ് എടുത്തിട്ട് വിദേശത്തേക്ക് ഹിജറ പോയി. ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഇസ്ലാം കേട്ടിട്ടുണ്ടോ? ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണം, ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പ്രസംഗിക്കുകയും എഴുതുകയുമല്ല, ജീവിച്ച് കാണിച്ചു കൊടുത്തവരാണ് കേരളത്തിലെ സുന്നി പണ്ഡിതന്മാർ. അവർക്ക് എവിടെ നിന്നാണ് ഇതിന്റെ അവലംബം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ച 10 വർഷക്കാലം, ആ മദീനയിൽ ഇസ്ലാമിന്റെ മിത്രങ്ങളുണ്ടായിരുന്നു, ശത്രുക്കളുണ്ടായിരുന്നു, ഭൂരിപക്ഷമുണ്ടായിരുന്നു, ന്യൂനപക്ഷങ്ങളുണ്ടായിരുന്നു. അവിടെ ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു, ബഹുദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു, മുസ്ലിങ്ങളുമായിട്ട് സഹകരിക്കുന്നവരുണ്ടായിരുന്നു, സഹകരിക്കുന്നവരുണ്ടായിരുന്നു. എന്തായിരുന്നു പ്രവാചകൻ അവിടുത്തെ സമീപനം? സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായത്തിൽപ്പെട്ടവനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവൻ ഉൾക്കൊള്ളുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണം, ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണം എന്നത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ അയൽവാസി ഹിന്ദു ആയതുകൊണ്ട്, ഞാൻ സാധനങ്ങൾ വാങ്ങുന്ന കച്ചവടക്കാരൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട്, എന്റെ കൂടെ ജോലി ചെയ്യുന്നവൻ അവിശ്വാസിയായതുകൊണ്ട് അതെന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമല്ല, എന്റെ സംസ്കാരത്തെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ എന്റെ വിശ്വാസവും സംസ്കാരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക മുഷാവറയിൽ അംഗമായിരുന്നു അന്നത്തെ യുവാവായിരുന്ന റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു പരലോകത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ കണ്ണിയത്ത് ഉസ്താദ് ദീർഘമായ 6 പതിറ്റാണ്ടിലധികമാണ് സമസ്ത കേരള ജംഇയ്യത്തിലൂടെ മുഷാവറയിൽ പ്രസിഡന്റ് പദവി ഉൾപ്പെടെ വഹിച്ചുകൊണ്ട് 6 പതിറ്റാണ്ട് കാലം സമസ്തയുടെ നേതൃപദവിയിൽ ഇരുന്ന ആളാണ്. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ഉസ്താദുമാരുടെ നാക്കിൻ തുമ്പിൽ വരുന്ന അടുത്ത പ്രയോഗം ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വ്യക്തിത്വം എന്നാണ്. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വ്യക്തിത്വം എന്ന് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ മലയാള ഭാഷയിൽ ഏത് വാക്കാണ് ഉദ്ധരിക്കുക? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്തൊരു പണ്ഡിതൻ എന്ന് എൻ്റെ ഒരു ഹിന്ദു സുഹൃത്തിന് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കും മലയാള ഭാഷയിൽ? അവന് കറാഹത്തൊന്നും അറിയില്ലല്ലോ. വേണമെങ്കിൽ യാഥാസ്ഥികരെന്ന് പറയാം, മതമൗലികവാദി എന്ന് പറയാം, അങ്ങനൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അഥവാ മതത്തിന്റെ വിധിവിലക്കുകളിൽ ഒരിഞ്ച് പോലും വ്യതിചലിക്കാൻ കഴിയാത്ത വിധം സൂക്ഷ്മതയോടുകൂടി കണിശത പുലർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹാവ്യക്തിത്വം, സൂക്ഷ്മശാലി. ഇന്ന് നമുക്കിടയിലൊക്കെ നമ്മൾ മതവിശ്വാസികളാണ്, ഇസ്ലാമികമായ ജീവിതം നയിക്കുന്നവരാണ്, ഇസ്ലാമികമായ വേഷവിധാനം പരമാവധി ഉപയോഗപ്പെടുത്തുന്നവരാണ്. പക്ഷേ നമ്മളൊക്കെ എല്ലാവർക്കിടയിലും ഇടപെടകി ജീവിക്കുന്നവരായതുകൊണ്ട് അവർക്കൊക്കെ അനുസരിച്ചുകൊണ്ട് ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ തയ്യാറാവണമെന്ന് പറയുന്ന, താല്പര്യപ്പെടുന്ന ഒരു പുതിയ സെക്യുലർ സ്വഭാവം ഉണ്ടാക്കണമെന്നൊക്കെ താല്പര്യപ്പെടുന്ന ആളുകളാണ്. എന്താണ്? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരുതരം അൾട്രാ സെക്യുലർ ആയിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചപ്പാടുകൾ നമ്മുടെ പുതിയ തലമുറയിൽ വളർന്നു വരുന്നുണ്ട്. ഞാൻ വിശ്വാസിയാണ്, ഞാൻ എൻ്റെ ആരാധനാകർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നയാളാണ്. പക്ഷേ അതൊക്കെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ഞാൻ പൊതുസമൂഹത്തിൽ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഞാനൊരു മതത്തിന്റെ വക്താവായിട്ട് പ്രത്യക്ഷപ്പെടുന്ന, മതത്തിനു വേണ്ടി വാദിക്കുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ സ്വഭാവമൊക്കെ മാറ്റി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു എല്ലാവർക്കിടയിലും സർവാംഗീകൃതനാകലാണ് ഇന്നത്തെ കാലത്ത് അഭികാമ്യം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നാം തിരിച്ചറിയണം, യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ, ഒരു വിശ്വാസി അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണെങ്കിൽ, അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ മറ്റുള്ളവർ അവനെ ബഹുമാനിക്കും, ആദരിക്കും. എല്ലാ അർത്ഥത്തിലും അവനെ ഉൾക്കൊള്ളുന്ന, അവനെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന രീതിയിലാണ് ആ വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം അള്ളാഹു അവന് അത്തരമൊരു പദവി നൽകും. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവന് ഭൂമിയിൽ, സമൂഹത്തിൽ അത്തരമൊരു അംഗീകാരവും ബഹുമാനവും നൽകപ്പെടും. അപ്പൊ സമൂഹത്തിൽ അംഗീകാരവും സ്വീകാര്യവും ലഭ്യമാകാൻ വേണ്ടി മതവിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല, ആ കണിശതയിൽ അയവരുത്തേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചാണ്. ആ കണ്ണിയത്ത് ഉസ്താദ് വാഴക്കാട്
അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയം കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് സംഘടനാ പ്രവർത്തകർ വരും, ശിഷ്യന്മാർ വരും, നാട്ടിലെ പല മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾ വരും, പല ആളുകളും ഫത്വ ചോദിക്കാൻ വരും, മതപരമായ സംശയ ദൂരീകരണത്തിന് വരും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റാണ്. ഇന്നത്തെ പോലെ വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നേർക്ക് നേർ കാണാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ വരും. അപ്പൊ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് നടന്നു പോകാനുള്ള വഴി മാത്രമാണുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ, എത്രയോ ശിഷ്യഗണങ്ങളുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ വരുമ്പോൾ വാഴക്കാട്ട് അങ്ങാടിയിൽ എവിടെയെങ്കിലും വാഹനം നിർത്തി പാർക്ക് ചെയ്തിട്ട് ചെറിയൊരു നടപ്പാതയിലൂടെ നടന്നിട്ട് വേണം കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് പോകാൻ. ഒരു ദിവസം വാഴക്കാട്ട് അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അവിടെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മഹല്ല് കമ്മിറ്റിയല്ല, ക്ഷേത്ര കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ പല കാര്യങ്ങളും നാട്ടുവർത്തമാനങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട അജണ്ട വന്നു. ക്ഷേത്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത അതിന് ഉത്തരവാദപ്പെട്ടവർ ആ യോഗത്തിൽ അജണ്ട വെച്ചു. അവർ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് കണ്ണിയൻ മുസ്ലിയാർ. അവർ നാട്ടുകാർ അങ്ങനെ വിളിക്കാറില്ല, കണ്ണിയൻ മൂലിയാർ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ധാരാളം ആളുകൾ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വീട്ടിലേക്ക് ഒരു റോഡില്ല എന്ന കാരണത്താൽ വഴികളിലൊക്കെ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു പോകുന്ന രീതിയാണ്. എത്രയോ ശിഷ്യഗണങ്ങളും അനുയായികളുമുള്ള ഒരു വലിയ മഹാപണ്ഡിതന്റെ വീട്ടിലേക്ക് ഇപ്പോഴും വാഹനത്തിന് പോകാൻ സൗകര്യപ്പെടുന്ന ഒരു റോഡില്ല എന്ന് വന്നാൽ നാട്ടുകാരായ നമുക്കതിന്റെ മോശമുണ്ട്. ക്ഷേത്ര കമ്മിറ്റി യോഗം കൂടിക്കൊണ്ട് തീരുമാനിക്കുകയാണ്, ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടിക്കൊടുക്കുക. കാശ് വാങ്ങിയിട്ടല്ല, ഇത്തരമൊരു ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ബ്രോക്കർ വിട്ടുകൊണ്ട് വലിയ സംഖ്യ വാങ്ങിയിട്ടല്ല. നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ വീട്ടിലേക്ക് സന്ദർശകർ വരുമ്പോൾ ആ സന്ദർശകർ വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് നടന്നു പോകുക എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാരായ നമുക്കതൊരു കുറച്ചിലാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിൽ നിന്ന് ഉള്ള ഭൂമി കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് റോഡ് വെട്ടാൻ സൗജന്യമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഈ ക്ഷേത്രഭൂമി വാഹനം ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ യോഗം ചേർന്നുകൊണ്ട് തീരുമാനിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഒരാൾ യഥാർത്ഥ മതവിശ്വാസിയായാൽ, മതനിയമങ്ങളിൽ കണിശമായി പുലർത്തുന്നൊരു വ്യക്തിത്വമായാൽ അത് മറ്റു സഹോദര സമുദായങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നൊരു മിഥ്യാധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. സത്യത്തിൽ മതവിശ്വാസം സ്വീകരിക്കുകയും മറ്റു സഹോദര സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുന്ന ആ കപട സ്വഭാവമാണ് സത്യത്തിൽ മതവിശ്വാസികൾക്ക് മറ്റു സഹോദര സമുദായങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരിക. സ്വന്തം വിശ്വാസം ഉയർത്തിപ്പിടിക്കുക, ആ വിശ്വാസത്തിൽ അഭിമാനം കൊള്ളുക, ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന വിശാലമായ മനസ്സ്, ആ വിശാലമായ മനസ്സുള്ളത് കൊണ്ടാണ്, അത്രയും ഉന്നതനായ വ്യക്തിത്വമാണ് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ് കണ്ണിയത്ത് ഉസ്താദ് ആവശ്യപ്പെടാതെ, ആ നാട്ടിലൊരു മുസ്ലിം സഹോദരനും ആവശ്യപ്പെടാതെ, അവിടുത്തെ മഹല്ല് ജമാഅത്ത് ആവശ്യപ്പെടാതെ, നിങ്ങൾ റോഡ് കൊടുത്താൽ ഞാൻ ഇത്ര ഫണ്ട് തരാമെന്ന് വലിയ സാമ്പത്തിക സൗകര്യങ്ങൾ കൊടുക്കാതെ അത്രയും കൃത്യമായി അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല സഹോദര സമുദായങ്ങൾക്കിടയിലും സ്വീകാര്യം നേടാൻ സാധ്യമായത് മതകാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതിന്റെ പേരിലല്ല, മതകാര്യങ്ങളിൽ കണിശമായ സമീപനം നിലനിർത്തിക്കൊണ്ട് തന്നെ സഹോദര സമുദായങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു ജീവിത ശൈലി ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്. അത് മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ, നമ്മുടെ സാദാത്തുക്കൾ, അവരുടെ എല്ലാം ജീവിതം പരിശോധിച്ചു നോക്കിയാൽ കണ്ടെത്താൻ സാധിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 60ാം വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അന്നത്തെ സമസ്തയുടെ കാര്യദർശി മഹാനായ ശൈഖുന ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു പരലോകത്ത് ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ,
ഷംസുലുമ അന്ന് സമസ്ത കേരള ജമിയത്തുലുമ നിലനിൽക്കേണ്ട ആവശ്യകതയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ പറഞ്ഞ വളരെ ശ്രദ്ധേയമായൊരു പരാമർശം, കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ ഇവിടെ സമസ്ത കേരള ജമിയത്തുലുമ നിലനിൽക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമിയത്തുലുമ നിലനിൽക്കണം എന്നല്ല പറഞ്ഞത്. കേരളത്തിൽ മതസൗഹാർദ്ദം, സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമിയത്തുലുമ നിലനിൽക്കണം. അതിനുശേഷം ശൈഖുനാ ശംസുലുമ പറഞ്ഞു, ഇവിടെ സമസ്ത കേരള ജമിയത്തുലുമ നിലനിന്നാൽ മാത്രമേ അഹ്ലുസുന്നത്തി വൽ ജമാഅ നിലനിൽക്കുകയുള്ളൂ. അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ ആശയാദർശം അനുസരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം ഇവിടെ നിലനിന്നാൽ മാത്രമേ ഇവിടെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കുകയുള്ളൂ. കാരണം ബിദായി പ്രസ്ഥാനക്കാരുടെ സ്വഭാവത്തിലെ ഉദാഹരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്നിട്ട് മനോഹരമായൊരു ഉദാഹരണം പറഞ്ഞു. ശബരിമലയിലെ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. ശംസുലുമയുടെ പ്രഖ്യാപനമാണ്. ശംസുലുമ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തെളിവ് ചോദിച്ചു പോകേണ്ട കാര്യമില്ല. ശബരിമലയിലെ വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. വാവരും അയ്യപ്പനും ആത്മസുഹൃത്തുക്കളായിരുന്നു എന്നാണല്ലോ ചരിത്രം. നമ്മുടെ നാട്ടിൽ നിന്ന് ഹൈന്ദവ സഹോദരന്മാർ ശബരിമല തീർത്ഥാടനത്തിന് പോകുമ്പോ ആ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പന്റെ തീർത്ഥാടനം പൂർത്തീകരിച്ചുകൊണ്ട് തിരിച്ചു വരണമെങ്കിൽ വാവരുടെ പള്ളി കൂടി പ്രദക്ഷിണം ചെയ്തതിന് ശേഷമേ തിരിച്ചു വരാൻ പറ്റൂ. ശബരിമല അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ പോയിരുന്നു, അവിടെ നടയിൽ പോയി അവിടുത്തെ പൂജാകർമ്മങ്ങൾ നിർവഹിച്ചു, പ്രാർത്ഥന നിർവഹിച്ച് തിരിച്ചു പോന്നാൽ ശബരിമല തീർത്ഥാടനം പൂർത്തീകരിക്കപ്പെടുന്നില്ല. പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ തവാഫും കൂടി പൂർത്തിയാവണം. ശബരിമല അയ്യപ്പന്റെ അവിടെയുള്ള വാവരുടെ പള്ളി എന്ന് പറയുന്ന ആ പള്ളിയുടെ പ്രദക്ഷിണം കൂടി പൂർത്തിയാക്കിയാലേ ശബരിമല തീർത്ഥാടനം പൂർത്തീകരിക്കൂ എന്നാണ് ഹൈന്ദവ സഹോദരന്മാരുടെ വിശ്വാസം. ഇപ്പോഴും ശബരിമല തന്ത്രി കുടുംബത്തിലെ സഹോദരന്മാരോട് ചോദിച്ചാൽ അവർ പറയും, വാവരോടുള്ള ബഹുമാന സൂചകമായി ലക്ഷക്കണക്കിന് ആളുകളാണല്ലോ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നത്. പക്ഷേ ആ വാവരോടുള്ള ബഹുമാന സൂചകമായിട്ട് മാത്രമല്ല, വാവരുടെ ഏകദൈവ വിശ്വാസത്തോടുള്ള ബഹുമാന സൂചകമായി ശബരിമല അയ്യപ്പന്റെ ഒരു പ്രതിമയോ പ്രതിഷ്ഠയോ ഈ വാവരുടെ പള്ളിക്കകത്തോ പരിസരത്തോ ഇല്ല. കാരണം വാവർ ഏകദൈവ വിശ്വാസിയായിരുന്നു. അങ്ങനെ പ്രതിമയെ, ബിംബങ്ങളെ പൂജിക്കുന്ന, അതിനെ ആരാധിക്കുന്ന ഒരു സംസ്കാരത്തിന് വിരുദ്ധമായ ഏകദൈവ വിശ്വാസിയായിരുന്നു വാവർ. ആ വാവരോടുള്ള ബഹുമാന സൂചകമായിട്ട് ശബരിമല തീർത്ഥാടനം നടത്തുന്ന പള്ളിക്കോ പരിസരത്തോ അയ്യപ്പന്റെ പ്രതിമ കാണാൻ പറ്റില്ല. അതെന്താണ് കാരണം? ഏകദൈവ വിശ്വാസിയായ വാവരോടുള്ള ബഹുമാന സൂചകമായിട്ട് ഇന്നും ശബരിമല തന്ത്രി കുടുംബം ആ അർത്ഥത്തിൽ അത് സംരക്ഷിക്കപ്പെട്ടു പോരുന്നു. ആ വാവരെ ചൂണ്ടിയിട്ടാണ് ശൈഖുനാ ശംസുലുമ പറഞ്ഞത്, വാവർ വലിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സുന്നികൾ. അങ്ങനെ സ്വന്തം വിശ്വാസത്തെയും സംസ്കാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്ന, അവർക്കിടയിൽ പരസ്പര വിദ്വേഷമോ അകൽച്ചയോ ഉണ്ടാകാൻ എന്തെങ്കിലും പഴുതുണ്ടാക്കുമ്പോൾ അത് ഇസ്ലാമികമായി ശരിയല്ല എന്ന് തുറന്നു പറഞ്ഞ് ഈ സമുദായത്തിൽ, ഈ സഹോദര സമുദായങ്ങൾക്കിടയിൽ സാമുദായികമായ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മഹിതമായ സന്ദേശമാണ് സമസ്ത കേരള ജമിയത്തുലമ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ സമസ്ത ഇവിടെ നിർവഹിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ദൗത്യം ഒന്ന്, ഒരു യഥാർത്ഥ വിശ്വാസിയെ അവന്റെ ഈമാനിന് കാവൽ നിന്നുകൊണ്ട് ഇവിടെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു. ആ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ലഭ്യമാകാത്ത പ്രദേശങ്ങളിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനിലൂടെയെങ്കിലും ആ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആ മതവിശ്വാസത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ബിദായി പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ശരിതെറ്റുകൾ യഥാസമയം ഈ സമുദായത്തിന് മുമ്പിൽ തുറന്നു കാണിച്ച് യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് ഈ സമൂഹത്തിന് മുമ്പിൽ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനു പുറമെ നാം ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഇസ്ലാമോ ഫോബിയ ഒരു അജണ്ടയായി ഏറ്റെടുത്തുകൊണ്ട് വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കിടയിൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായ വിദ്വേഷ പ്രചാരണങ്ങൾക്ക്
എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിദ്വേഷ പ്രചരണങ്ങൾക്കൊന്നും അവസരം കൊടുക്കാത്ത വിധം സാമുദായിക സൗഹാർദ്ദം നിലനിർത്താനും സംരക്ഷിക്കാനും ആവശ്യമായ വിധം സഹോദര സമുദായത്തിൽപ്പെട്ടവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മറ്റുള്ളവനെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, ഉൾക്കൊള്ളുന്ന വിശാലമായൊരു സന്ദേശം അത് പ്രസംഗത്തിലൂടെയും എഴുത്തിലൂടെയും മാത്രമല്ല, ജീവിതാനുഭവത്തിലൂടെ നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിൽ പഠിപ്പിക്കുന്ന ഒരു മാതൃകാ സന്ദേശമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വലിയ ദൗത്യം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചത് കൊണ്ടാണ് അതിന്ന് അതിന്റെ 100ാം വാർഷികത്തിലേക്ക് എത്തിയപ്പോഴും ആ 100ാം വാർഷികത്തിലേക്ക് എത്തുന്ന ഈ അഭിമാനകരമായ സന്ദർഭത്തിലും നമ്മളെപ്പോലെയുള്ള സമസ്തയുടെ ഖാദിമീങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, ആ പ്രസ്ഥാനം രൂപീകരിച്ച കാലത്ത് ഈ പ്രസ്ഥാനം വിഭാവന ചെയ്യുന്ന വിശുദ്ധമായ ആശയാദർശം എന്താണോ അതേ ആശയാദർശം തന്നെയാണ് ഇന്നും ഉയർത്തിപ്പിടിക്കുന്നത്. മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത വിധം, സ്ഥാപക നേതാക്കളെ തള്ളിപ്പറയേണ്ട ഗതികേടിലേക്ക് എത്താത്ത വിധം അതിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആ വിശുദ്ധമായ ആദർശം തലമുറകൾ മാറി മാറി വന്നപ്പോഴും അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഗാംഭീര്യത്തോടുകൂടി, ആധികാരികതയോടുകൂടി പ്രായോഗികമായി സമൂഹത്തിൽ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ഈ പ്രസ്ഥാനത്തിന് സാധ്യമാകുന്നു എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന്റെ, ഔന്നിത്യത്തിന്റെ, അതിന്റെ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത്. സമസ്തയോളം പ്രായമുള്ള, സമസ്തയുടെ അത്രയൊന്നും പ്രായമില്ലാത്ത ധാരാളം മതസംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പക്ഷേ ആ മതസംഘടനകൾക്കെല്ലാം ഇടയ്ക്കിടെ അവർ വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾ മാറ്റി പറയേണ്ടി വന്നു. കമ്മിറ്റിയല്ല മാറ്റേണ്ടി വന്നത്, അവരിവിടെ പരിചയപ്പെടുത്തിയ തൗഹീദ് പോലും മാറ്റി പറയേണ്ടി വന്നു. തൗഹീദിന്റെ നിർവചനം പോലും 5 വർഷം കൂടുമ്പോൾ പുതുക്കി നിശ്ചയിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എത്തിപ്പെട്ടതിന്റെ ദുരന്തമാണ് ഇന്ന് കേരളത്തിലെ മുജാഹിദ് സംഘടനകൾ 8 ഗ്രൂപ്പുകളായിട്ട് പരസ്പരം ആശയപരമായി പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘടനാപരമായ പോരടിക്കലാണെങ്കിൽ ഒരു പക്ഷേ അതൊക്കെ ഓരോ കാലങ്ങൾക്കനുസരിച്ചുള്ള പല സാങ്കേതിക സംവിധാനങ്ങളും ആകാം എന്ന് ധരിക്കാം. ആശയപരമായി പോരടിച്ചുകൊണ്ടിരിക്കുന്നത് അതാ പ്രസ്ഥാനത്തിന്റെ ആശയ വൈകല്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതിവിടുത്തെ ബിദഅി പ്രസ്ഥാനങ്ങളിലെല്ലാം കാണുന്നുണ്ട്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 പുതിയൊരു ആശയമല്ല ഇവിടെ പഠിപ്പിച്ചത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ, സ്വഹാബത്തിലൂടെ, താബിഈങ്ങളിലൂടെ, ഇമാമിങ്ങളിലൂടെ പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ തലമുറയിൽ എത്തിയിട്ടുള്ള ആ വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയം, ആ ആശയത്തെ കൃത്യമായി ഈ സമൂഹത്തിൽ പറയാനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും ആധികാരികമെന്ന് ആർക്കും വിളിക്കാവുന്ന വിധം ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷികത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി സമുദായത്തിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണഘടനാപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയും നിയമവിധേയമായി ഇടപെടുന്നിടത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നിൽ വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടത് ആ വിഷയം വളരെ വളരെ സങ്കീർണമായ രീതിയിലേക്കാണ് മുന്നോട്ട് പോയി. അവസാനം ആ പള്ളി തകർക്കപ്പെട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ രാജ്യസ്നേഹികളും അതിനപലപിച്ചവരാണ്. അതിന്റെ പേരിൽ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുന്നവരെ അതിനെ ശക്തമായി അവർക്കെതിരായ നിലപാട് സ്വീകരിച്ചവരാണ്. ഒരു സമുദായത്തിന്റെ വിശുദ്ധമായ ആരാധനാലയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയമായ മുതലെടുപ്പെടുത്താനും വർഗീയമായ വിഷം തുപ്പാനും മതപരമായ ദുർവീകരണം നടത്താനും ഒക്കെ ശ്രമം നടത്തിയപ്പോ ഇവിടുത്തെ എല്ലാ സമുദായങ്ങളും മതപരമായി സമുദായത്തെ 2-3 തട്ടിലാക്കി പരസ്പര വിദ്വേഷവും വർഗീയതയും വളർത്താൻ ശ്രമിച്ചപ്പോ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരന്മാരുൾപ്പെടെ അത്തരം വർഗീയമായ മുതലെടുപ്പിനെതിരായിട്ടുള്ള സമീപനം സ്വീകരിച്ചവരാണ്. അവരൊക്കെ താല്പര്യപ്പെട്ടത് ഈ രാജ്യത്തെ എല്ലാ സമുദായങ്ങളും അവരവരുടെ വിശ്വാസവും സംസ്കാരവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പരസ്പര സൗഹാർദ്ദത്തോടുകൂടി മുന്നോട്ട് പോകണം. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ആ സമുന്നതമായ ആ മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നും ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. പക്ഷേ ഈ രാജ്യത്ത് ഈ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു ആയുധത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളോളം കലാപങ്ങളും സംഘർഷങ്ങളും ഒക്കെ നടത്തി അതിനെ തകർത്ത് അതുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും നടന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഒരു തീർപ്പ് കൽപ്പിച്ചു. ആ തീർപ്പിൽ പറഞ്ഞത് ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല.
സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിന്യായത്തിൽ പറയുന്നതാണ്. അവിടെ ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത് പറഞ്ഞ് അവിടെ ക്ഷേത്രം പൊളിച്ചതാണ് എന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഖനനത്തിലൂടെ ആധുനിക ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ചരിത്രപരമായും ഈ അവകാശം ശരിയാണോ എന്ന നിരന്തരമായ പരിശോധനകളും ഗവേഷണങ്ങളും എല്ലാം നടത്തി അവർക്കും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ അവകാശവാദം പൂർണ്ണമായി തെറ്റാണ് എന്ന് സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് തുറന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട്, ഭരണഘടനാനുസൃതമായിട്ടല്ല, തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല, നിയമപരമായിട്ടല്ല, ഖനനത്തിലൂടെയല്ല, ചരിത്രപരമായ തെളിവുണ്ടായിട്ടല്ല, ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ആ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശിക്കുന്നു. മുസ്ലിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് 5 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ പള്ളി നിർമ്മിക്കാൻ നിർദ്ദേശിക്കുന്നു. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. ആ വിധി പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് 1991 ആരാധനാലയ സംരക്ഷണ നിയമമുണ്ട്. ആ ആരാധനാലയ സംരക്ഷണ നിയമം ഇവിടെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് ഈ വിധിന്യായത്തിൽ ചേർത്ത് പറഞ്ഞു. എന്താണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം? ആ നിയമത്തിൽ പറയുന്നത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമായ ആ നാൾ ഇവിടെ ഏതെല്ലാം മതവിഭാഗങ്ങൾക്ക് അവരുടെ ആരാധനാലയങ്ങൾ ഉണ്ടോ അത് ആ ദിവസം ഏതെല്ലാം മതവിഭാഗങ്ങളുടെ കൈവശമാണ് ഉള്ളത് അതിന്റെ മേൽ മറ്റൊരു മതവിഭാഗത്തിനോ മറ്റൊരു വിഭാഗത്തിനോ അവകാശവാദം ഉന്നയിക്കാനോ വ്യവഹാരങ്ങളിൽ ഏർപ്പെടാനോ അതിന്റെ പേരിൽ അവകാശവാദം ഉന്നയിച്ചു വരാനോ പാടില്ല. അപ്പൊ തെളിവുകളൊന്നുമില്ലെങ്കിലും ഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശിക്കുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, ആരാധനാലയ നിയമം, സംരക്ഷണ നിയമം ബാബരി മസ്ജിദ് ഒഴികെ ഈ രാജ്യത്തെ മുഴുവൻ ആരാധനാലയങ്ങൾക്കും ബാധകമാണ് എന്ന് പറഞ്ഞപ്പോ ഈ രാജ്യത്തെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഈ രാജ്യത്തെ സമാധാനകാംക്ഷികളെല്ലാം മനസ്സിൽ ഉറപ്പിച്ചു, ഏതായാലും ബാബരി മസ്ജിദ് പോയി. പക്ഷേ ഈ നിയമം സുരക്ഷിതമാണെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞതുകൊണ്ട് ഇനി മറ്റൊരു പള്ളിക്ക് മേൽ, മറ്റൊരു ആരാധനാലയത്തിനു മേൽ അവകാശവാദം ഉന്നയിക്കാൻ ആരും വരില്ല. അത് മുസ്ലിങ്ങളുടെ ആരാധനാലയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾക്കും ഈ ആരാധനാലയ സംരക്ഷണ നിയമം ബാധകമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ആ നിയമം മുസ്ലിങ്ങളുടെ വിശ്വാസത്തിനും താല്പര്യത്തിനും ഒക്കെ എതിരാണെങ്കിൽ പോലും അതിനെതിരായ ഒരു പ്രതിഷേധത്തിനോ അതിനെതിരായ ഒരു മോശമായ പരാമർശം പോലും ഇന്ത്യയിലെ ഒരു മുസ്ലിം സംഘടനയോ പണ്ഡിതന്മാരോ ആരും നടത്തിയിട്ടില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ ആ ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കാൻ ഇപ്പോൾ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയിലെ വിവിധ പള്ളികൾക്ക് മേൽ സംഘപരിവാർ വർഗീയ ശക്തികൾ അടുത്ത തെരഞ്ഞെടുപ്പുകൾ, വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ ലാക്കാക്കിക്കൊണ്ട് ഇത്തരം ആരാധനാലയങ്ങൾക്ക് മേൽ പുതിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസെടുക്കാനും കേസ് കൊടുക്കാനും ആ ഹർജികൾ ചില കോടതികൾ ഈ ആരാധനാലയ സംരക്ഷണ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ആ ഹർജികൾ സ്വീകരിക്കാനും മുന്നോട്ട് വന്നിരിക്കുന്നു. ഇത് വലിയ ഒരു ദുരന്തത്തിന്റെ സൂചനയാണ്. ഈ സൂചന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ട് പറഞ്ഞു, ആരാധനാലയ സംരക്ഷണ നിയമം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇനിയും ബാബരി മസ്ജിദുകൾ രാജ്യത്ത് ആവർത്തിക്കും. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. അതുകൊണ്ട് ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കണം, അതിനട്ടിമറിക്കാൻ അനുവദിച്ചുകൂടാ എന്ന് സുപ്രീം കോടതിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഹർജി നൽകി. മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പലരും ഹർജി നൽകിയിട്ടുണ്ട്. ഇന്ന് ആ ഹർജിയെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് താൽക്കാലികമായി ആ ഹർജിയെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ആരാധനാലയ സംരക്ഷണത്തെ നിയമത്തെ മറികടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന വ്യവഹാരങ്ങൾക്കെല്ലാം ഇപ്പോൾ താൽക്കാലികമായിട്ട് സ്റ്റേ നൽകിയിരിക്കുന്നു. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ആ സ്റ്റേ നീക്കം ചെയ്തുകൊണ്ട് ഇവിടുത്തെ വർഗീയമായ രാഷ്ട്രീയമായ മുതലെടുപ്പ് ലാക്കാക്കിക്കൊണ്ട് പലരും ഇനി മുന്നോട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട്
അതിനെതിരായ ശക്തമായൊരു പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് നിയമവിധേയമായി ഉയർന്നു വരൽ അത്യന്താപേക്ഷിതമാണ്. ഒരു പ്രധാനപ്പെട്ട വിഷയം അത്. രണ്ട്, ഈ രാജ്യത്ത് BJP-യുടെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കും. ഇന്ത്യ രാജ്യത്ത് ഉത്തരാഖണ്ഡിൽ BJP ഏക സിവിൽ കോഡ് നടപ്പാക്കി കഴിഞ്ഞു. ഏക സിവിൽ കോഡ് നടപ്പാക്കിയതിനു ശേഷം തൊട്ടടുത്ത ദിവസത്തെ പത്രവാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഉത്തരാഖണ്ഡിൽ ഇനി വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, മരണാനന്തര ചടങ്ങുകളെല്ലാം ഹിന്ദു കോഡ് അനുസരിച്ചുകൊണ്ടാണ് ഈ രാജ്യത്ത് നിർവഹിക്കുക. ഹിന്ദു കോഡിനോട് വിദ്വേഷമുണ്ടായതുകൊണ്ടല്ല, അതിനോട് നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ വിമർശനമുണ്ടായതുകൊണ്ടല്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന മൗലികമായ സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്തെ ഏതു പൗരനും അവനിഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാം, ആചരിക്കാം, അനുഷ്ഠിക്കാം. അത് ഈ രാജ്യത്തെ പൗരന്റെ അവകാശമാണ്, മൗലികമായ അവകാശമാണ്. ഈ മൗലികാവകാശത്തെ നിഷേധിക്കുന്ന ഏക സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയിരിക്കുന്നു. 13% മുസ്ലിങ്ങൾ തങ്ങി താമസിക്കുന്ന ഉത്തരാഖണ്ഡിലെ മുസ്ലിങ്ങൾ നാളെ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. ഗുജറാത്തിൽ ആ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഗുജറാത്ത് സർക്കാർ അതിനുവേണ്ടി പ്രത്യേകം കമ്മിറ്റിയോ നിയോഗിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ സംസ്ഥാനങ്ങളിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏക സിവിൽ കോഡ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന അപകടകരമായ നീക്കമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ, ആരാധനാപരമായ കർമ്മത്തിന്റെ ഭാഗമായി നിക്ഷിപ്തമായിട്ടുള്ള സ്വത്തുവകകളാണ് ഈ രാജ്യത്തെ വഖഫ് സ്വത്തുകൾ, വഖഫ് ഭൂമികൾ. ആ വഖഫ് ഭൂമികളെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്, കയ്യേറാൻ വേണ്ടിയിട്ട് നിയമസാധുത നൽകുന്ന ഒരു വഖഫ് ഭേദ നിയമം ഇന്ത്യയിലെ പാർലമെന്റിൽ പാസ്സാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷം അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ഒറ്റയടിക്ക് പാസ്സാക്കാൻ സാധിക്കാതെ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ നിയോഗിച്ചു. പക്ഷേ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രതിപക്ഷാംഗങ്ങൾ നിർദ്ദേശിച്ച ഒരു നിർദ്ദേശങ്ങളും സ്വീകരിക്കാതെ ഏകപക്ഷീയമായി ആ ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കിയിരിക്കുന്നു. ഇനി ഏത് നിമിഷവും അത് പാർലമെന്റിൽ പാസ്സാക്കാനിരിക്കുകയാണ്. വളരെ ഗുരുതരമായ 3 പ്രതിസന്ധികൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിലനിൽക്കുകയാണ്. ഒന്ന്, ആരാധനാലയ നിയമം സംരക്ഷിക്കപ്പെടണം. അത് അട്ടിമറിക്കപ്പെട്ടു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല മുസ്ലിം പള്ളികൾക്ക് മേൽ രാഷ്ട്രീയമായ ലാഭം കൊയ്തെടുക്കാൻ വേണ്ടി ഈ അവകാശവാദങ്ങളുമായിട്ട് സംഘപരിവാർ രംഗത്ത് വരും. മറ്റൊന്ന്, ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ തുടങ്ങിയിരിക്കുന്നു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. അവിടുത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ക്രൈസ്തവ സഹോദരന്മാർക്ക്, ഗോത്രവർഗക്കാർക്കൊക്കെ അത് പ്രയാസം സൃഷ്ടിക്കും. ഉത്തരാഖണ്ഡിൽ താൽക്കാലികമായി ഗോത്രവർഗക്കാരെ അതിൽ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് മാത്രം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തെ വഖഫ് സ്വത്തുക്കളെ കയ്യേറി കോടിക്കണക്കിന് മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വാഖിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി വഖഫ് ബോർഡിന്റെ കാർമ്മികത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ സംവിധാനത്തെ കയ്യേറാനും തകർക്കാനും BJP സർക്കാർ ക്രൂരമായ ചില അജണ്ടകളുമായിട്ട് രംഗത്ത് വരുന്നു. ഈ 3 വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിനെതിരായ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി SKSF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന 27-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് SKSF സംസ്ഥാന കമ്മിറ്റിയുടെ മൗലികാവകാശ ബഹുജന റാലി സംഘടിപ്പിക്കുകയാണ്. ആ റാലിയിലേക്ക് നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. അതിന് പുറമെ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽപ്പെട്ട, പ്രസ്ഥാന ബന്ധുക്കളിൽപ്പെട്ട ഈ ഉന്നതമായ ആശയം സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് താല്പര്യപ്പെടുന്ന സമാന മനസ്കരായ മുഴുവൻ സഹോദരന്മാരെയും പങ്കെടുപ്പിക്കാൻ ആവശ്യമായ നിങ്ങളാൽ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രചാരണങ്ങളിലും നിങ്ങൾ ഏർപ്പെടണം, സഹകരിക്കണം. ആത്മാർത്ഥമായി നമ്മുടെ സംഘടനാ പദ്ധതികളും പരിപാടികളും വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം വാർഷിക ആഘോഷം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാൻ കടന്നു വരാനിരിക്കുന്നു. റമദാനിന് ശേഷം അതുമായി ബന്ധപ്പെട്ട പദ്ധതികളും കർമ്മപരിപാടികളും ഒക്കെ നിങ്ങളുടെ മഹല്ലുകളിലേക്ക്, മദ്രസകളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, ശാഖകളിലേക്ക് നമ്മുടെ സംഘടനാ നേതൃത്വം നിർദ്ദേശിക്കുമ്പോൾ അത് ഏറ്റെടുക്കാനും ഫലപ്രദമായി വിജയിപ്പിക്കാനും ഒക്കെ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വളരെ